കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെക്ക് ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. തിരുവൻ അങ്ങനെ ഷാനോട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. എന്റെ ശിവരഞ്ജിനിയുടെ അവളെയാണ് ആദർശ് തട്ടിയെടുത്തിരിക്കുന്നത്, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അവളെ അവനെയും കൂടെ. ഈ സമയത്ത് ഷാൻ പറഞ്ഞു, മച്ചാനെ ഇനി ഇപ്പൊ ശിവരഞ്ജിനിയുടെ കാര്യം അങ്ങോട്ട് വിട്ടുപിടിക്കാൻ നല്ലത്. അവൾക്ക് ഇഷ്ടം ഇപ്പൊ അവനെ ആദർശിനെ ആണെങ്കിൽ മച്ചാൻ പറയാൻ തന്നിട്ട് കാര്യമുണ്ടെന്ന് ചോദിക്കണം. ഇത് കേട്ടത് ആദർശം, പിന്നെ നിനക്കത് പറയാടാ, 16 വയസ്സുള്ളപ്പം മുതൽ ഞാൻ അവളുടെ പുറകെ നടക്കുന്ന, അവൾ എന്റേതാണ്, വേറൊരാൾ അവളെ നോക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല. അപ്പോഴാണ് ആദർശ്, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ അവനാന്ന് പറയണം. ഈ സമയത്താണ് ധ്രുവിന്റെ മറ്റൊരു കൂട്ടുകാരനെ അങ്ങോട്ട് വരുന്നത്. അപ്പം ആദർശിനെ കണ്ടപ്പോഴത്തേനും പറഞ്ഞു, അല്ല മച്ചാനെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നമുക്ക് നിങ്ങളുടെ അടിച്ചു പൊളിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. നമുക്ക് നേരെ വിട്ടാലോ എന്ന് ചോദിക്കുകയാണ് ബാറിലേക്ക്. ഇവിടെ മനുഷ്യനാകപ്പെടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ബാറിപ്പോക്കെന്ന് പറയാ. അല്ല മച്ചാൻ ഗുണമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോന്നേ. എന്ത് കാര്യമാടാ? അല്ല മച്ചാന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ ആരാ? ആദർശം. അവനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം. അങ്ങോട്ട് വാ, നമുക്ക് അവനെ പൊക്കാന്ന് പറയണം. പിന്നീട് അവര് 3 പേരും കൂടി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദർശനെ കാണാതെ ആ മലയുടെ മുകളിൽ കൂടെ എല്ലാം രാത്രിയിൽ ലൈറ്റ് വെട്ടമായിട്ട് നടക്കുവാണ്. ഗൗരിയും ശങ്കറും വേണിയൊക്കെ. വേണിയുടെ കിടന്ന് കരഞ്ഞോണ്ട് ആദർശേട്ടാന്ന് വിളിക്കുന്നേ. പക്ഷെ ഒരിടത്തും ആദർശനെ കണ്ടില്ല. അവസാനം ഗൗരി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും ആദർശേട്ടൻ? അല്ല എന്ത് ചെയ്യും ശങ്കറെ? നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുത്താലെന്ന് ചോദിക്കേ. വേണ്ട, നമുക്ക് കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് കംപ്ലൈന്റ് കൊടുത്താൽ മതി എന്ന് പറയാം. വേണു പറഞ്ഞു, എനിക്കറിയില്ല, ആദർശാണ് എന്തോ ഒരു മനമാറ്റം ഉണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന, എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പറയുന്നല്ലാതൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ എന്താ കാര്യം എന്നറിയത്തില്ലോ, ഇനി വല്ല മനോവിഷമം ഉണ്ടോ അറിയില്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് ആ ബോട്ടിലെ ജീവനക്കാരൻ അങ്ങോട്ട് വരുവാണ്. ഫോട്ടോഗ്രാഫർ വന്നിട്ട്, അതെ നിങ്ങളുടെ ആ പുള്ളീനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയണേ. എവിടെയാ? അതൊക്കെ പറയാം, ഇങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നു ബാറിന്റെ മുന്നിലേക്കാ. ഇതെന്താ ബാറില്? ആശാനാള് തരികടയല്ലേ, അവൾ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന് മദ്യപിക്കുന്നുണ്ടെന്നറിയാം. ആദർശേട്ടൻ മദ്യപിക്കാനോ? ഗൗരിക്ക് അത്ഭുതമായിരുന്നു. ആദർശേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം. ശങ്കറും എല്ലാരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആദർശം മദ്യപിച്ച് ലെക്ക് കെട്ടി ഇങ്ങനെ ടേബിളിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. കണ്ടോ, ഇതിപ്പം നിന്റെ ആദർശേട്ടൻ തന്നെയല്ലേ ഇരിക്കണേന്ന് ഗൗരിയോട് ശങ്കർ ചോദിക്കുകയാണ്. ദൈവം, ഇതെന്ത് പറ്റി ആദർശേട്ടൻ? അവരെ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. ആദർശനെ വിളിച്ചു കഴിഞ്ഞപ്പം ആദർശം ഒരു കിളി പോയ അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. ആദർശം എന്താ ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണി എന്നിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ എന്നെ ഒന്ന് നോക്കാൻ പറയണം. ഭാര്യ? ഏത് ഭാര്യ? അയ്യോ, ഇങ്ങേർക്ക് ഇപ്പൊ തലയ്ക്ക് വെളിവില്ലും കൂടെ ഇല്ലെന്നായി. സ്വന്തം ഭാര്യനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഗൗരി പറഞ്ഞു, ആദർശേട്ടാ എഴുന്നേക്ക്, നമുക്ക് പോവാന്ന് പറയാം. എങ്ങോട്ട്? ഞാനിപ്പോ ഒരിടത്തേക്കും ഇല്ലെന്ന് പറയണം. വേണി പറഞ്ഞു, ആദർശേട്ടാ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് കയ്യെ പിടിക്കുവാണ്. എന്റെ കയ്യാലൊന്നും ആരും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. വേണി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് നിന്നെ തുറന്ന് സംസാരിക്കണം. എന്റെ ചക്കര മുത്തൽ എങ്ങോട്ട് വരാൻ പറയാണ്. വേണി പറഞ്ഞു, ആദർശേട്ടാ കള്ളു കുടിച്ച വയറ്റി കിടക്കണോട്ടെന്ന് പറയണം. അല്ല, എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, ഇല്ല ഞാൻ മരിച്ചു പോകുന്നു പറയാം. കുറച്ച് കാലമായി നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, മനുഷ്യൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിന് പരിധി ഉണ്ട് കേട്ടോ എന്ന് പറയണം. പെട്ടെന്ന് ഗൗരി ചോദിച്ചാൽ, ഇല്ല ആദർശേട്ടൻ എന്താ പറയാനുള്ളത് വേണിയോട്? എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ലെന്ന് പറയാണ്. എനിക്ക് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ കാണുന്ന പോലെ ഒന്നും അല്ല ആദർശ് കേട്ടോ, ആദർശിന്റെ സ്വഭാവം വേണുമോളെ നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഈ ആദർശാല നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ, എന്റെ തങ്കക്കൂടും അല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട് വേണിയുടെ കയ്യേക്കറി പിടിക്കുകയാണ്. വേണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒന്ന് വിട ആദർശേട്ടാന്ന് പറഞ്ഞ് കയ്യൊക്കെ അങ്ങോട്ട് വിടിയിക്കുവാണ്. മര്യാദയ്ക്കിരിക്കണം. ഒരു വിധത്തിൽ അവിടെ നിന്ന് ആദർശിനെ പിടിച്ചു പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിടിച്ചിട്ട് പൊങ്ങുന്നില്ല, ആടി ആടി നിൽക്കുവാണ്. ഒരു വിധത്തിൽ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പൊ ആദർശ് പറഞ്ഞ്, എന്നെ വിട്, എനിക്ക് ഇനിയും കുടിക്കണം, എനിക്ക് മതിയായിട്ടില്ലെന്ന് പറയണം. ശങ്കറുവിന് മതി അളിയന് സെബ, നമുക്ക് മുറിയിലേക്ക് പോകാന്ന് പറയണം. ഒരു വിധത്തിൽ അവരങ്ങനെ മുറിയിലേക്ക് ആ ബാറിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെങ്കിൽ പിടിച്ചിട്ടൊന്നും ആദർശം നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആദർശം എഴുന്നേറ്റ് നിൽക്കാനുള്ള ജീവൻ പോലും ഇല്ല. ആ സമയത്ത് ആദർശിന്റെ കയ്യിലിരുന്ന ഫോണങ്ങ് താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ താഴേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഫോണൊക്കെ ചാടിപ്പോയെന്ന് പറയാണ്. ഗൗരി പെട്ടെന്ന് ഫോൺ എടുക്കാനായിട്ട് അവിടെ നിൽക്കുക. ഈ സമയത്ത് ബാക്കി എല്ലാവരും ആദർശം കൊണ്ട് പുറത്തേക്ക് വരിക. അപ്പോൾ ആദർശ് പറഞ്ഞു, എന്നെ വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ശങ്കർ പറഞ്ഞു, അളിയൻസെ മര്യാദയ്ക്ക് നിന്നോട്ടോ, എങ്ങനെയെങ്കിലും ഈ മുതലിനെ റൂമിൽ കൊണ്ടുവന്ന് ആക്കണം. എൻ്റെ ഭഗവാനെ, എന്നാലും ഇത് കുറച്ച് കടുങ്കയായി പോയെന്ന് പറയാം. ഫോട്ടോഗ്രാഫർ പറയാ, അളിയൻ കൊള്ളാലെന്ന് പറയാണ്. വേണ്ടി പറഞ്ഞ്, ഇങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്ന എൻ്റെ ആദർശാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ മനസ്സിന് നല്ല വിഷമം തട്ടിയിട്ടുണ്ട്, അതാ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി വീട്ടിൽ ആർക്കും അറിയത്തില്ല ഈ കാര്യങ്ങളൊക്കെ, എങ്ങാനും അച്ഛനും അമ്മയും ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയെന്ന് പറയാണ്. ശങ്കർ പറഞ്ഞു, വേണി നീയായിട്ട് പോയൊന്നും വിളമ്പാൻ നിൽക്കണ്ട, പ്രൊഫസറും
നന്ദിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടും അവര്. ആദർശ് ഇങ്ങനെ കുടിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അളിയച്ചന്റെ കൂടി അത്ര ശരിയാന്ന്. സോറി കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് കറണ്ട് പോയതാണേ. അപ്പൊ അളിയൻസിന്റെ കൂടി ഇത്ര നല്ലതെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നതല്ലായിരുന്നു. പിന്നെ എന്തു പറ്റി, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറയണം. ഈ സമയത്താണെങ്കിൽ ധ്രുവനും അപ്സര ഷാനും എല്ലാം ബാറിനകത്തുണ്ടായിരുന്നു. അവരാണെങ്കിൽ ആഘോഷിക്കാണ്ട് വന്നായിരുന്നു. ആകെപ്പാടെ ആദർശിനെ ഒന്ന് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദർശിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഒറ്റയ്ക്ക് കിട്ടിയായിട്ടുണ്ടെങ്കിൽ അവനൊട്ടൊരു പണി കൊടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചാണ് ധ്രുവനെ കൂട്ടിക്കൊണ്ട് കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ ആദർശാണ്. ഗൗരിയേക്കാൾ തന്റെ ശിവരഞ്ജിനെ തട്ടിയെടുത്തവനാണ് ആദർശ്. അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ധ്രുവന്റെ ഉള്ളിലുണ്ടാവുന്നത്. ഈ സമയത്താണ് ഗൗരി എന്ത് ചെയ്യാണ്, ഫോൺ എടുത്തോണ്ട് ആ ഫോണിൽ നോക്കി ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനുമാണ് ധ്രുവനെ കാണുന്നത്. ഒരു നിമിഷം ഗൗരി അവിടെ കിടന്ന് അലറി വിളിക്കുവാണ്. അലറി കരഞ്ഞു കഴിയുമ്പോഴത്തേനും ധ്രുവന് എന്ത് ചെയ്യണമെന്നല്ല. ഗൗരി പെട്ടെന്ന് മുന്നിൽ വരുമെന്നും പ്രതീക്ഷിച്ചല്ലോ. ധ്രുവൻ പെട്ടെന്ന് അവിടെ അങ്ങോട്ട് ഓടി മായുവാണ്. പിന്നെ അലറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ശങ്കർ ഓടി വരുന്നുണ്ട്. എന്താ ഗൗരി, എന്താന്ന് ചോദിക്കാണ്. അല്ല അതൊന്നും പറയാം, അങ്ങോട്ട് കൈ ചൂണ്ടുന്നുണ്ട്. അവിടെ നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. അവിടെ ഞാൻ ഒന്നും കണ്ടില്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അതെ ശങ്കർ അവിടെയെന്ന് പറഞ്ഞ് ചൂടുക. നീ കാര്യം എന്താണെന്ന് പറയാന്ന് പറയാണ്. പെട്ടെന്ന് ആദർശിന് വെള്ള പിടിവിട്ട് വേണി അങ്ങോട്ട് ഓടി കയറി വരുന്നുണ്ട്. എന്താ കാറിയത്, എന്താ പ്രശ്നം എന്നായിരിക്കാണേ. പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല. ഒരു കാര്യം ചെയ്യ വേണിമോളെ, നീ പൊക്കോ, നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഓട്ടോറിക്ഷ കയറി പൊക്കോ, ഞാനും ഗൗരിയെ കൂട്ടി അങ്ങോട്ട് വന്നോളാന്ന് പറയണം. അവസാനം വേണി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാൻ ഞടുക്കൊന്നും വിട്ടു മാറിയപ്പോഴാണ് ഗൗരിയെ സത്യം പറയും, ഞാൻ അവിടെ ധ്രുവനെ കണ്ടെന്ന് പറയണം. ശങ്കറിന് സമന്തല തെറ്റിപോലെ തോന്നി. ശങ്കർ ഒരു നിമിഷം ഗൗരിയുടെ കണ്ണിൽ തന്നെ നോക്കുന്നത്. എന്താ ശങ്കർ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഇപ്പോഴും അവൻ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ, നിന്റെ മനസ്സ് നിറച്ച് ഇപ്പൊ അവനാണല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ശങ്കർ കടന്നങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. എനിക്കറിയായിരുന്നു പഴയ നിന്റെ ആ സെറ്റപ്പല്ലേ അവന്, അവൻ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കണം. ഇതേ ശങ്കർ അനാവശ്യം പറയരുത്, എന്റെ മനസ്സിൽ ആരുമില്ല, ഞാൻ ശരിക്കും അവനെ കണ്ടാന്ന് പറയണ. പിന്നെ എന്നാ എടി, അവൻ മരിച്ചു പോയതല്ലേ, പിന്നെ അവനെ എങ്ങനെ നീ കാണുന്നത് എങ്ങനെയാ, അവന് പാറയുടെ മുകളിൽ നിന്ന് ചെന്നെ ചെതറി വീണതാ, അവന് പിന്നെ എങ്ങനെയാ നീ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ കണ്ടതാ ശങ്കറെ, ഉറപ്പായിട്ടും കണ്ടതാ. പിന്നെ ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. പണ്ടുള്ള ഇതില് പുരാണങ്ങളിലൊക്കെ പറയുന്ന കണക്ക് മരിച്ചെന്ന് കരുതി അയാൾ തിരിച്ചു വന്നിട്ട് നിനക്കൊരു തോന്നലുണ്ടായേക്കുന്ന, അല്ലാതെ ഒരിക്കലും അയാൾ തിരിച്ചു വന്നല്ലെന്ന് പറയണം. നിന്റെ ഉള്ളിരിപ്പ് കൊള്ളാം, പക്ഷെ ഇതുപോലെ ഒരിക്കലും നീ ആരോടും പറയരുത് കേട്ടോ. അത് സ്വന്തം ഭർത്താവിനോട് തന്നെ അവനെക്കുറിച്ച്. നിന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗൗരി എത്ര പറഞ്ഞിട്ട് ശങ്കർ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഗൗരിക്ക് സങ്കടം വന്നു. ഗൗരി പറഞ്ഞു, ശങ്കർ വിശ്വസിക്കണ്ട, എപ്പോഴെങ്കിലും ശങ്കറിന് മനസ്സിലായിക്കോളും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടില്ലെന്ന്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ ഒരു അരണ്ട വെളിച്ചത്തിൽ ധ്രുവൻ നിൽക്കുന്നതെന്ന് പറയാ. ഇപ്പൊ ഞാനിനിയിപ്പം ധ്രുവനല്ല എന്ന് പറഞ്ഞാൽ പോലും ധ്രുവൻ തന്നെയാണ്, എനിക്ക് ആ സത്യം അറിയാന്ന് പറയാണ്. ധ്രുവൻ മരിച്ചിട്ടില്ല എന്ന് പറയാണ്. ഞാൻ കണ്ടാന്ന് പറയുമ്പോഴും ശങ്കറിന് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. ശങ്കർ ഗൗരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയെ വരാട്ടോ. ഇന്നലെ ഒന്നും എന്റെ വിശേഷം ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയതുണ്ട് കേട്ടോ. അപ്പൊ ഇനി തൊട്ട് ഞാൻ റെഗുലറായിട്ട് എന്നും ഇത് ഇട്ടോളാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.